നമസ്കാരം. ഈ CPMകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ നുണകൾ യാതൊരു ഉളുപ്പും അറപ്പുമില്ലാതെ പ്രചരിപ്പിക്കും. കള്ളം മുഖത്ത് നോക്കി പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കമ്മികളുടെ തലതൊട്ടപ്പനായ പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പോലും, മാധ്യമങ്ങളുടെ മുന്നിൽ പോലും, പൊതുവേദികളിൽ പോലും എത്ര ഫലപ്രദമായി ജനങ്ങൾ വിശ്വസിക്കത്തക്ക രീതിയിൽ കള്ളം പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ MLA ചോദിച്ച ചോദ്യം, അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടിയെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് പിണറായി വിജയൻ്റെ അഭിനയമൊക്കെ നമ്മൾ കണ്ടതാണ്. മകളെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങ് തളർത്തിക്കളയാമെന്ന് കരുതിയോ, ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ അസാധ്യമായിട്ടുള്ള ഒരു അഭിനയം നിയമസഭയിൽ അന്ന് കാഴ്ചവെച്ചിരുന്നു. പക്ഷേ പിന്നീട് നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതുപോലെയാണ് ഈ കമ്മികളുടെ കാര്യം. ഈ കമ്മികളുടെ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കളെയോ അവരുടെ ഭരണകൂടത്തെയോ പാർട്ടിയെയോ ഒക്കെ എതിർത്താൽ അവർ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കും. അവരുടെ ഗ്രൂപ്പുകളിലൂടെ അത് പ്രചരിപ്പിക്കുകയും മാനസികമായി അവരെ തകർക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ ഇവരുടെ നേതാക്കളൊക്കെ പറഞ്ഞത്, ഞങ്ങൾ ഇതുവരെ ഭരണപക്ഷത്തായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിശബ്ദരായിരുന്നത്, പക്ഷേ ഇനി ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല എന്നൊക്കെയാണ്. അതിൻ്റെ ഫലം നമ്മൾ കണ്ടു. എവിടെയെങ്കിലും ഒരു പട്ടി പെറ്റാൽ പോലും DYFI ഒക്കെ സമരം നടത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളായി കനത്ത മഴയാണ് കേരളത്തിൽ. കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും ഒക്കെ പല ഭാഗങ്ങളും, ഇടുക്കിയിലെയും ഒക്കെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അവിടെയൊക്കെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരും പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും നടത്തുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ അന്തം കമ്മികൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ കോഴഞ്ചേരി സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പിൽ മാധ്യമപ്രവർത്തകരോട് ഒരു മുതിർന്ന സ്ത്രീ, ഒരു വയസ്സായ സ്ത്രീ പ്രതികരിച്ചിരുന്നു. അവർ പ്രതികരിച്ചത് ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലെന്നും ഇതിലും ഭേദം പിണറായി വിജയനാണെന്നുമൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞത്. വാർത്ത വന്നതോടെ പിന്നീട് പലരും ഇവരോട് വിഷയം ചോദിച്ചപ്പോഴാണ്, എനിക്കൊന്നും അറിയില്ല, എൻ്റെ അടുത്തു നിന്ന CPMൻ്റെ പ്രാദേശിക നേതാവാണ് അങ്ങനെ പറയാൻ നിർദ്ദേശിച്ചത് എന്നാണ് ഈ പാവം സ്ത്രീ പറഞ്ഞത്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലായിരുന്നു. ഈ 60-ലധികം പേരാണ് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയത്. ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയതായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും റവന്യൂ അധികൃതരും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനിടയിലാണ് ദുരിതാശ്വാസത്തെ വിവാദമാക്കുന്ന ഈ പ്രസ്താവന ഇറങ്ങിയത്. അത് ബിജിലി ഈശോ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശിക നേതാവും അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമോ അങ്ങനെ എന്തോ ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് ഈ അമ്മുമ്മയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കള്ളം പറയുന്നതിൽ അവർക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. ഒരിക്കലും അവർ ഒരു സമൂഹത്തെ നന്നാകാനേ സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി VD സതീശൻ ഹെലികോപ്റ്റർ യാത്ര നടത്തിയിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അമ്മാവനെ കാണാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്തം കമ്മികളുടെ ഗ്രൂപ്പിലൊക്കെ പല രീതിയിൽ ഇത് പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ മാധ്യമങ്ങളിലൊന്നും തന്നെ അത് കണ്ടില്ല. പിന്നെ അദ്ദേഹം എവിടെയോ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോയൊക്കെ, ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അന്തം കമ്മികൾ പ്രചരിപ്പിച്ചിരുന്നു. ഇവരുടെ ഈ പ്രചാരണം കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് എല്ലാത്തിൻ്റെയും ആധാരമെന്ന് തോന്നും. പിണറായി വിജയൻ ഇതിൻ്റെ അപ്പുറം കാണിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്, പല സ്ഥലങ്ങളിലും ചെന്നിരുന്നിട്ട് 2 മേശയൊക്കെ പിടിച്ചിട്ടിട്ട് അതിൻ്റെ മുമ്പിലാണ് വിഭവസമൃദ്ധമായ ആഹാര സാധനങ്ങളെ നിരത്തി പിടിച്ചിട്ട് അന്തം വിട്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും അവിടെ കോടിക്കണക്കിന് 48 കോടിയിലധികം രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് വാടക ഹെലികോപ്റ്ററിനായി ഇതുവരെ മുടക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ 48 കോടി രൂപ മുണ്ടയിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് നിസ്സാര ട്രാഫിക് ലംഘനങ്ങളുടെ പേരിലും പിഴകളുടെയും നികുതികളുടെ പേരിലും പിടിച്ചു പറിക്കുന്ന പണമാണ്. ആ പണമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത്. ആ പിണറായി വിജയനെ കുറിച്ചാണ് ഈ അന്തം കമ്മികൾ പറയുന്നത്, ഈ മനുഷ്യനായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. പിണറായി വിജയനായിരുന്നു ശരി, ആ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും ഗതികേട് ഉണ്ടാകുകയില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. 10 വർഷങ്ങൾ അനുഭവിച്ചവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനത. അവരോടാണ് ഈ അന്തം കമ്മികൾ യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്നത് എന്നോർക്കണം. എന്തായാലും ഇത് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറിച്ചും സംസ്ഥാന സർക്കാരിനെ കുറിച്ചും BJP കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ ഈ ഇടതുപക്ഷ സഹയാത്രികരും ഈ അന്തം കമ്മി ഗ്രൂപ്പുകളുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങളും കുപ്രചരണങ്ങളും നടത്തുക, അതിൽ ആത്മരതി കൈക്കൊള്ളുക, ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതാരും കണക്കിലെടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇതുപോലെ ഇപ്പോൾ പഴയതുപോലെ അല്ല, ഇവിടെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും സദാസമയവും കണ്ണു തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യമെങ്കിലും ഈ ക്ലാപ്പന്മാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.